ആരോഗ്യം അമൂല്യം. മൈഗ്രെയിൻ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു പയ്യോളി ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷംന സജാദ്. തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ പലരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു തരം തലവേദനയാണ് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത്. സാധാരണയായി തലയുടെ ഒരു വശത്ത് അനുഭവപ്പെടുന്ന വളരെ കഠിനമായ രീതിയിലുള്ള കുത്തുന്നതോ തുടിക്കുന്നതോ പോലെയുള്ള ഒരു തരം തലവേദനയാണിത്. മാസത്തിൽ 1-2 തവണയോ, ചിലരിൽ ആഴ്ചയിൽ തന്നെ 3-4 തവണയോ ഇത് വരാം. അതോടൊപ്പം മനം വിരട്ടൽ, വെളിച്ചം, ശബ്ദം എന്നിവയോടുള്ള അമിതമായ സെൻസിറ്റിവിറ്റിയും ഉണ്ടാവാം. 4 മണിക്കൂർ മുതൽ 3 ദിവസം വരെ ഇത്തരം തലവേദനകൾ നീണ്ടു നിൽക്കാറുണ്ട്. തലച്ചോറിനകത്ത് അനുഭവപ്പെടുന്ന അസ്വസ്ഥതകൾ മൂലമാണിതുണ്ടാവുന്നത്. പ്രധാനമായും 2 തരം മൈഗ്രെയിനുകൾ ഉണ്ട്. ഓറയുള്ളതും ഇല്ലാത്തതുമായ തലവേദനകൾ ആണിത്. ഓറ എന്നാൽ തലവേദന തുടങ്ങുന്നതിന് കുറച്ചു മുൻപ് തന്നെ ശരീരം പ്രകടിപ്പിക്കുന്ന കൃത്യമായ ലക്ഷണങ്ങളാണ്. ഇതിൽ ഓറയില്ലാത്ത തരം മൈഗ്രെയിനാണ് ഏതാണ്ട് 75% ആൾക്കാരിലും കണ്ടുവരുന്നത്. തലയുടെ ഒരു വശത്ത് അനുഭവപ്പെടുന്ന ഇത്തരം തലവേദനകൾ ശരീരചലനങ്ങൾ കൂടുമ്പോൾ അധികമാവാറുണ്ട്. അതിനാൽ തന്നെ തലവേദനയുള്ളപ്പോൾ ഇരുണ്ടതും ശബ്ദമില്ലാത്തതുമായ മുറിക്കകത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുമ്പോൾ ഇവർക്ക് നേരിയ ആശ്വാസം ലഭിക്കാറുണ്ട്. മനം പിരട്ടലോടുകൂടെയുള്ള ഇത്തരം തലവേദനകൾ ഒരു ഛർദിയോടുകൂടി ഭേദമാവുന്നത് കാണാറുണ്ട്. ഓറയോടുകൂടെയുള്ള മൈഗ്രെയിൻ ഉള്ളവരിൽ തലവേദന വരുന്നതിന് കുറച്ചു മുൻപായി കണ്ണിൽ ഇരുട്ടടയ്ക്കുക, വെളിച്ചം ട്യൂബ് ലൈറ്റ് മിന്നുന്നത് പോലെ തോന്നുക, ശരീരത്തിൽ ഒരു പെരുപ്പ് അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇതിനുശേഷം കുറച്ചു സമയം കഴിഞ്ഞാൽ തലവേദന തുടങ്ങുകയും ചെയ്യാറുണ്ട്. ഇത്തരം തലവേദനകളെ ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്നാണ് വിളിക്കാറുള്ളത്. ഉറക്കക്കുറവ്, അമിത ഉത്കണ്ഠ, പുകവലി, മദ്യപാനം, ചിലതരം ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഐസ്ക്രീം, ചീസ് തുടങ്ങിയവ, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കൽ എന്നിവയെല്ലാം മൈഗ്രെയിൻ ഇടയ്ക്കിടെ വരുന്നതിന് കാരണമാവുന്നു. ആരോഗ്യകരമായ ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ശീലിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നീ കാര്യങ്ങൾ പാലിച്ചാൽ മൈഗ്രെയിൻ വരുന്നതിൻ്റെ തോത് ഒരു പരിധിവരെ കുറയ്ക്കാനാകാറുണ്ട്. എന്നാൽ എല്ലാത്തരം തലവേദനകളും മൈഗ്രെയിൻ അല്ല. മാനസിക പിരിമുറുക്കം, ജലദോഷം, സൈനസിലുള്ള ഇൻഫെക്ഷൻ, വിശപ്പ്, ഉയർന്ന രക്താതിസമ്മർദ്ദം തുടങ്ങിയവയും തലവേദനയ്ക്ക് കാരണമാവാറുണ്ട്. പെട്ടെന്ന് വരുന്ന അതികഠിനമായ തലവേദന, ഇത് കിടക്കുമ്പോൾ അധികമാവുന്നു, ശക്തിയോടെയുള്ള ഛർദി എന്നിവ കാണുന്നുണ്ടെങ്കിൽ ഉടനടി വൈദ്യസഹായം തേടാൻ മറക്കരുത്. ഹോമിയോപ്പതിയിൽ മൈഗ്രെയിന് വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. തുടക്കത്തിൽ മൈഗ്രെയിൻ വരുന്നതിൻ്റെ തോതും വ്യാപ്തിയും കുറയ്ക്കാനുള്ള മരുന്നുകൾ നൽകും. കൂടാതെ തലവേദന വരുമ്പോൾ തന്നെ കഴിച്ചു തുടങ്ങുവാനുള്ള മരുന്നുകളും നൽകും. ഇത് തലവേദനയുടെ കാഠിന്യത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ശേഷം മൈഗ്രെയിൻ പൂർണ്ണമായി ഭേദമാവാൻ സഹായിക്കുന്ന മരുന്നുകൾ നൽകുന്നു. ഇതുവഴി മൈഗ്രെയിൻ എന്ന രോഗത്തെ ഹോമിയോപ്പതിയിലൂടെ പൂർണ്ണമായി മാറ്റിയെടുക്കാവുന്നതാണ്. മൈഗ്രെയിൻ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പയ്യോളി ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷംന സജാദ്.